ഹലോ കൂട്ടുകാരെ, അപ്പം ടോംസ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞു വെച്ച ടൊമാറ്റോയുടെ ബാക്കി പോർഷനാണ്. ടൊമാറ്റോ വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം. ആദ്യം നാം പറയാൻ പോകുന്നത് ടൊമാറ്റോ ജ്യൂസ് അല്ലെങ്കിൽ പൾപ്പ്. ടൊമാറ്റോ ജ്യൂസ് അല്ലെങ്കിൽ പൾപ്പ്, ടൊമാറ്റോയുടെ ജ്യൂസ് അല്ലെങ്കിൽ പൾപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്ലാന്റ് റൈപ്പൻഡ് ആൻഡ് ഫുള്ളി റെഡ് ടൊമാറ്റോസ് ആണ്. അതായത് നല്ല വിളഞ്ഞ് പരുവായിട്ടുള്ള ടൊമാറ്റോ വേണം നിങ്ങൾ എടുക്കേണ്ടത്. എന്തിന്? ജ്യൂസ് ഉണ്ടാക്കാൻ. അല്ല നിങ്ങൾ ആരെങ്കിലും പച്ച ടൊമാറ്റോ എടുക്കുമോ? എന്താ സാറേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ വളരെ വിളഞ്ഞ പഴുത്ത് തുടുത്ത ആ ടൊമാറ്റോ എടുത്ത് നമ്മൾ കഴുകി വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി ക്രഷ് ചെയ്ത് ബൈ മീൻസ് ഓഫ് ഫ്ലൂട്ടഡ് വുഡൻ റോളർ ക്രഷർ. എന്ത് വെച്ചിട്ട്? ഫ്ലൂട്ടഡ് വുഡൻ റോഡഡ് ക്രഷർ വെച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന ടൊമാറ്റോ ജ്യൂസ് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇറ്റ് ഈസ് ഓൾസോ എക്സ്ട്രാക്റ്റഡ് ബൈ സ്ക്രൂ ടൈപ്പ്. ഇങ്ങനെ കണ്ടിട്ടില്ലേ? കറക്കി സ്ക്രൂ ടൈപ്പ് ജ്യൂസ് എക്സ്ട്രാക്ടർ. ആ മെത്തേഡ് വഴിയും നമുക്ക് ജ്യൂസിനെ എക്സ്ട്രാക്ട് ചെയ്യാം. ദ ജ്യൂസ് ഈസ് മിക്സ്ഡ് വിത്ത്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ജ്യൂസ് എന്നിട്ട് മിക്സ് ചെയ്യും. 0.4 to 0.6% salts to counteract the astringent juice. നമ്മൾ എന്താ യൂസ് ചെയ്യുന്ന? സോൾട്ട് ആണ്. അസ്ട്രിഞ്ചന്റ് ടേസ്റ്റ് ഉള്ള ടൊമാറ്റോ ജ്യൂസിനെ നമ്മൾ സോൾട്ട് യൂസ് ചെയ്തുകൊണ്ട് എത്ര 0.4 to 0.6% സോൾട്ട് യൂസ് ചെയ്തിട്ടാണ് കൗണ്ടറാക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? എങ്ങനെ നമുക്ക് സാറേ 0.4 കിട്ടും? സിമ്പിൾ. ടൊമാറ്റോയിൽ എത്ര മാറ്റം ഉണ്ടെന്നല്ല, 0.4 കിട്ടുന്നു നോക്കണം. എങ്ങനെ കിട്ടും? നമ്മൾ ഈ ഉപ്പ് ആലോചിച്ചാൽ മതി. ടൊമാറ്റോയെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി ഉപ്പല്ലേ എടുക്കുന്ന? SALT 1 2 3 4. അപ്പോൾ 0.4 ഇട്ടേ. 0.4 കിട്ടിയാൽ നിങ്ങൾക്ക് 0.6 വരെ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ 2 സ്പൂണൊക്കെ അല്ലേ ഇടാൻ പറയൂ സാധാരണ. അതുപോലെയാണ് 0.4 to 0.6% ആണ് നമ്മൾ ഈ പറയുന്ന സാൾട്ട് ആഡ് ചെയ്യുന്നത്. എന്തിന്? ടൊമാറ്റോയുടെ അസ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ടേസ്റ്റ് കൗണ്ടറാക്ട് ചെയ്യാൻ. ഇനി അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ ദ ജ്യൂസ് ഈസ് പാക്ഡ് ഇൻ ഗ്ലാസ് ബോട്ടിൽസ്. ജ്യൂസ് എന്തിലാണ് പാക്ക് ചെയ്തേക്കുന്നത്? ഗ്ലാസ് ബോട്ടിൽസിലാണ് ജ്യൂസ് പാക്ക് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ക്യാൻസിലാണ് പാക്ക് ചെയ്തേക്കുന്നത്. ടൊമാറ്റോ പൾപ്പ് ഓർ ജ്യൂസ് ഈസ് ദ ബേസിക് ഇൻഗ്രീഡിയൻറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എന്ത്? ഡിഫറെൻറ്റ് ടൊമാറ്റോ പ്രൊഡക്ട്സ് സച്ചസ്. ഈ ടൊമാറ്റോ പൾപ്പ് അല്ലെങ്കിൽ ഈ ജ്യൂസ് ആണ് ഈ പറയുന്ന എല്ലാ പ്രിപ്പറേഷനും. ഏതൊക്കെയാണ്? ടൊമാറ്റോ പ്യൂരി, പേസ്റ്റ്, കെച്ചപ്പ്, ഇതിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ടൊമാറ്റോയുടെ ജ്യൂസ് എടുത്തിട്ട് അല്ലെങ്കിൽ പൾപ്പ് എടുത്തിട്ടാണ്. ഇനി അടുത്ത പറയുന്നത് പൾപ്പിംഗ്. എങ്ങനെയാണ് നമ്മൾ പൾപ്പ് എടുക്കുന്നത്? പൾപ്പിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ടൊമാറ്റോ പൾപ്പ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് എയ്തർ ബൈ പാസിംഗ് ത്രൂ. നമ്മൾ എന്തിലൂടെ പാസ് ചെയ്യുക? ത്രൂ ദ പൾപ്പർ. വളരെ ബുദ്ധിമുട്ട് സാർ, പൾപ്പിംഗ് ടെക്നോളജി, പൾപ്പർ പഠിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പൾപ്പർ വഴി നമ്മൾ അതിനെ പാസ് ചെയ്യണം. ആഫ്റ്റർ ക്രഷിംഗ് വിത്തൗട്ട് ഹീറ്റിംഗ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ചൂട് ഒന്നും പാടില്ല. നമ്മൾ കോൾഡ് പൾപ്പിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നമ്മൾ അതിനെ ക്രഷ് ചെയ്യുന്നുണ്ട്, ഹീറ്റൊന്നും വരാത്ത രീതിയിൽ. എന്നിട്ട് ഓർ കോൾഡ് ബ്രേക്ക് ലെസ് ദാൻ എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നുണ്ട്? 66 ഡിഗ്രി സെൽഷ്യസ്, 66 ഡിഗ്രി സെൽഷ്യസിൽ വേണം. ആഫ്റ്റർ ബോയിലിംഗ് ദ ക്രഷ്ഡ് ടൊമാറ്റോ അല്ലെങ്കിൽ ഹോൾ ടൊമാറ്റോ ടിൽ സോഫ്റ്റനിങ്. അത് സോഫ്റ്റൻ ആവുന്ന വരെ നമ്മൾ ഇങ്ങനെ ബോയിൽ ചെയ്ത്
അതിനെ ഫുൾ സോഫ്റ്റനാക്കും. എന്നിട്ട് ആ പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്യും. എക്സ്ട്രാക്ഷൻ ഓഫ് പൾപ്പ്, ആ പൾപ്പ് എന്തായിരിക്കും? ചൂട് പൾപ്പല്ലേ. ആദ്യം നമ്മൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് കോൾഡ് പൾപ്പിങ്, എന്നിട്ട് നമ്മൾ ഹോട്ട് പൾപ്പിങ് ചെയ്യും. ആ ഹോട്ട് ലാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് എത്രയിലാണ്? 82 ഡിഗ്രി സെൽഷ്യസിലാണ്. ആദ്യം 66 ഡിഗ്രി സെൽഷ്യസ് ആണ്. 66 ഡിഗ്രി സെൽഷ്യസിൽ നിന്നാണ് എന്ത് 82 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറുന്നത്. അപ്പൊ കോൾഡ് പൾപ്പിങ് 66 ഡിഗ്രിയും ഹോട്ട് പൾപ്പിങ് 82 ഡിഗ്രി. അതെങ്ങനെ ഓർക്കുന്നു വെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം 82 നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയാ, 82 എന്ന് പറയുന്നത് ചൂടല്ലേ, അപ്പൊ ഹോട്ട് പൾപ്പിംഗ് എന്ന് കിട്ടുവേ. എന്നാൽ 66 കോൾഡാ, അതിനെക്കാട്ടിയും താഴ്ന്ന ഒരു വാല്യൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് സാർ, ഇങ്ങനെ 66 കിട്ടും. സിമ്പിൾ അല്ലേ? 66 നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ പൾപ്പിംഗ് ആണ് ചെയ്യുന്നത്. പൾപ്പിംഗ് ചെയ്യുമ്പോൾ PULPER പൾപ്പർ അല്ലേ യൂസ് ചെയ്യുന്ന. 1 2 3 4 5 6. അപ്പൊ 6 കിട്ടും. 66 ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾക്ക് സുഖത്തെ കിട്ടും. അതുപോലെ തന്നെയാണ് നമുക്ക് അത് ഹോട്ട് ആകുമ്പോഴത്തേക്ക് 82 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. എന്താ കിട്ടുന്നത്? പൾപ്പിംഗ് അല്ലേ, PULPING. പൾപ്പിങ്ങില് 82 കിട്ടൂ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഫസ്റ്റ് 66 ഡിഗ്രി സെൽഷ്യസ് ഇമ്പോർട്ടന്റ്. 66 ഡിഗ്രി സെൽഷ്യസ് ആണ് കോൾഡ് പൾപ്പിംഗ്. നമ്മുടെ ഹോട്ട് പൾപ്പിംഗ് 82 ഡിഗ്രി സെൽഷ്യസ്. ആദ്യം നമ്മൾ പൾപ്പിംഗ് ഒന്നും കൂടെ പറയാം. പൾപ്പിംഗ് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു പൾപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനെ പാസ് ചെയ്യും ടൊമാറ്റോയെ. എന്നിട്ട് ആഫ്റ്റർ വിത്തൗട്ട് ഹീറ്റിംഗ്, അതാണ് കോൾഡ് പൾപ്പിംഗ്. എന്നിട്ട് ആ കോൾഡിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ബോയിൽ ചെയ്യും 66 ഡിഗ്രിയിൽ താഴെ, ലെസ് ദാൻ 66 ഡിഗ്രി സെൽഷ്യസ്. ഒന്നെങ്കിൽ നമ്മൾ ആ രീതി, രണ്ട് ടെക്നിക്കാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് കോൾഡ് പൾപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഹോട്ട് പൾപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാം. കോൾഡിലാണ് 66 ഡിഗ്രി സെൽഷ്യസ് താഴെ, എന്നാൽ മറ്റേ ഹോട്ട് പൾപ്പിങ്ങിലാണ് 82 ഡിഗ്രി സെൽഷ്യസ് വരെ. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി പറയുന്നതാണ് ഫിനിഷിംഗ് ആൻഡ് ഹോമോജനൈസേഷൻ. എന്താണ് ഫിനിഷിംഗ്? ആഫ്റ്റർ എക്സ്ട്രാക്ഷൻ, എക്സ്ട്രാക്ഷന് ശേഷം എഡിബിൾ കോമൺ സോൾട്ട്, അതായത് 0.4 to 0.6. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാല്യൂ തന്നെയാണ്. മുമ്പ് പറഞ്ഞില്ലേ പൾപ്പിംഗ് ചെയ്യുമ്പോൾ 0.4 to 0.6% സോൾട്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എക്സ്ട്രാക്ഷന് ശേഷം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം സോൾട്ട് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ആ സോൾട്ട് ആഡ് ചെയ്യണം. അതുപോലെ ഷുഗറും ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പഞ്ചസാര 1% ആഡ് ചെയ്താൽ മതി. മറ്റേത് 0.4 to 0.6% സോൾട്ട് ആണെങ്കിൽ പഞ്ചസാര വെറും 1% ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ പഞ്ചസാര കുറവാണെന്നാണോ? അല്ല, പഞ്ചസാര കൂടുതൽ 1% ആഡ് ചെയ്യണം പഞ്ചസാര. ഈ പഞ്ചസാര 1%. എന്നിട്ട് നമ്മൾ ആഡഡ് ഹോമോജനൈസേഷൻ. എന്നിട്ട് ഈ ജ്യൂസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട് ഹോമോജനൈസേഷൻ ആവാൻ 66 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 66 ഡിഗ്രി സെൽഷ്യസിന് പ്രാധാന്യമുണ്ട്. ഹോമോജനൈസേഷൻ സമയത്തും 66 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സോൾട്ടിങ്ങിന്റെ ഈ ഡിജിറ്റുകളാണ് ഇമ്പോർട്ടന്റ്. 0.4 to 0.6 ആണ് സോൾട്ട് ആഡ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മുടെ ഷുഗർ ആഡ് ചെയ്യേണ്ടത് 1% ആണ്. അതുപോലെ തന്നെ നമ്മൾ 66 ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ കൊടുക്കേണ്ടത്. അത്രയാണ് ഫ്രൂട്ട് ജ്യൂസ് പൾപ്പിംഗ്, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ പൾപ്പ്. ഇനി ഫില്ലിംഗ് പറയുന്നുണ്ട്. ഫില്ല് ചെയ്യുന്നത് നമ്മൾ ഫിനിഷ് ചെയ്ത ആ ജ്യൂസിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. 82 തൊട്ട്, നേരത്തെ പറഞ്ഞില്ലേ 82ലാണ് നിൽക്കുന്നത്, 82 തൊട്ട് 880 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നുണ്ട്. 880 ഡിഗ്രി സെൽഷ്യസ് അല്ല, എനിക്ക് തോന്നുന്നു അവിടെ തെറ്റിയതാവാനാ ചാൻസ്. 88 ഡിഗ്രി സെൽഷ്യസ് ആവാനാ ചാൻസ്. 82 തൊട്ട് 88 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഹീറ്റ് ചെയ്യണം.
ഹീറ്റ് ചെയ്തതിന് ശേഷം, കാരണം ഈ 880°C ഹീറ്റ് ചെയ്താൽ അത് കരിഞ്ഞ് ആഷായി പോകും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പൊ 88°C, 82 തൊട്ട് 88°C. എന്നിട്ട് ഫിൽഡ് ഹോട്ട് ഇൻ പ്രീ സ്റ്റെറിലൈസ്ഡ് ഗ്ലാസ് ബോട്ടിൽസ്. നമ്മൾ എവിടെയാണ് ഈ ഫില്ല് ചെയ്യേണ്ട ഈ ഹോട്ടായിട്ടുള്ള സാധനത്തിനെ? സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിൽ വേണം വെക്കാൻ. ചൂടല്ലേ, ഇല്ലാതെ പ്ലാസ്റ്റിക്കിലൊക്കെ വെച്ചാൽ ഉരുകി പോവും. ഇനി ദ ബോട്ടിൽസ് ആർ ദെൻ ഹെർമെറ്റിക്കലി സീൽഡ്. എന്നിട്ട് ആ ബോട്ടിലിനെല്ലാം സീൽ ചെയ്യണം യൂസിങ് ക്രൗൺ കോർക്ക്. നിങ്ങൾ ക്രൗൺ കോർക്ക് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സാധനം, മറ്റേ എല്ലാ വൈൻ ബോട്ടിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ക്രൗൺ കോർക്ക്. അപ്പൊ ആ ക്രൗൺ കോർക്ക് വെച്ചിട്ട് വേണം അതിനെ സീൽ ചെയ്യാൻ. എന്നിട്ട് സീൽ ചെയ്യണം, പിന്നെ സ്റ്റെറിലൈസ് ചെയ്യണം. എന്താണ് സ്റ്റെറിലൈസ് ചെയ്യുന്ന? ആ ബോയിലിംഗ് വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതിന്റെ ടെമ്പറേച്ചർ 1000°C ആണ്. 1000°C ബോയിൽ വാട്ടറിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും. എത്ര മിനിറ്റ്? 25 തൊട്ട് 30 മിനിറ്റ്. സാർ, ആ വാല്യൂ ഓർക്കാൻ ഭയങ്കര പാടാണ്. ആ വാല്യൂ ഓർക്കാൻ സിമ്പിളാണ്. നിങ്ങൾ സാധാരണ എന്ത് കറി അടുപ്പത്ത് വെച്ചാലും ഒരു 25 തൊട്ട് 30 മിനിറ്റ് വെക്കുക. അങ്ങനെയല്ലേ കുക്കറി ഷോ പറയുന്നത്? എല്ലാം ഇടും, ഉപ്പ്, മുളക്, മല്ലി എല്ലാം ഇട്ടിട്ട് ഒരു 25 തൊട്ട് 30 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചിക്കൻ കറി റെഡിയാകും എന്നാ പറയുന്നത്. എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് 1000°C. നമ്മൾ അതിനു വേണ്ടി 25 to 30 മിനിറ്റ് ആണ് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആദ്യം പറഞ്ഞാൽ നമ്മൾ എത്രയിലാണ് തുടങ്ങിയ? 82°C, 82 തൊട്ട് 88°C പറഞ്ഞു. അതിനുശേഷം നമുക്ക് അതിനെ പ്രീ സ്റ്റെറിലൈസ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിൽ ഒഴിക്കും. എന്നിട്ട് ക്രൗൺ കോർക്ക് വെച്ചിട്ട് നമ്മൾ അതിനെ എന്തോ പറയുക, അതിനെ നമ്മൾ സീൽ ചെയ്യും. എന്നിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ബോയിലിംഗ് വാട്ടർ വെച്ചിട്ട് 1000°C ഫോർ 25 to 30 മിനിറ്റ്. പിന്നെ പറയുന്നത് ഹോട്ട് ടൊമാറ്റോ ജ്യൂസ്. ഹോട്ട് ടൊമാറ്റോ ജ്യൂസ് ആണെങ്കിൽ 82 തൊട്ട് 88°C തന്നെ. അതിൻ്റെ അകത്ത് ക്യാൻ ബി പാക്ഡ് ഇൻ ടു പ്ലെയിൻ ഓർ ലാക്വേർഡ് ടിൻ ക്യാൻസ് ഓഫ് അപ്രോപ്രിയേറ്റ് സൈസ്. ഈ ഹോട്ട് ആയിട്ടുള്ള ടൊമാറ്റോ ജ്യൂസിനെ ടിൻ ക്യാനിലോട്ട് മാറ്റാം എന്ന് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള, ഇല്ലെങ്കിൽ ലാക്വേർഡ് ആയിട്ടുള്ള ടിൻ ക്യാനിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ദ ക്യാൻസ് ആർ ദെൻ ഡബിൾ സീംഡ് ഇൻ എ സീമർ. സീം ചെയ്യുന്നത് എവിടെയാണ്? സീമറിൽ. എന്നിട്ട് പ്രോസസ് ചെയ്യും ബോയിലിംഗ് വാട്ടർ ഫോർ വേരിയിങ് പീരിയഡ് ഓഫ് ടൈം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്യാൻ സൈസ്. ക്യാൻ്റെ സൈസ് വെച്ചിട്ടാണ് ഈ ക്യാൻസ്. എന്നിട്ട് ഈ പിന്നെ പറഞ്ഞത് ക്യാൻസിന് ഡബിൾ ചെയ്യും. ഡബിൾ സീം ചെയ്ത് ഒരു സീമർ വെച്ചിട്ട് ഡബിൾ സീം ചെയ്യും. എന്നിട്ട് അതിനെ പ്രോസസ് ചെയ്യും, ബോയിലിംഗ് വാട്ടർ വെച്ച് പ്രോസസ് ചെയ്യും പ്രത്യേക ടൈം പീരീഡ്. അത് ഓരോ ക്യാനിൽ നിന്ന് വേറെ ക്യാനിൽ നിന്ന് ബോയിലിംഗ് വാട്ടറിന്റെ ബോയിലിംഗ് അവർ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു ടെമ്പറേച്ചർ ആയിരിക്കില്ല. ജനറലി ദ സ്റ്റെറിലൈസേഷൻ, ജനറൽ ആയിട്ട് പറയുമ്പോൾ സ്റ്റെറിലൈസേഷൻ 1000°C ആണ്. 1000°C ഫോർ ഡിഫറെന്റ് സൈസസ് ഓഫ് ക്യാൻ ഇൻ 25 മിനിറ്റ്സ് ആണ്. അതുപോലെ ആ ക്യാനിന്റെ ഓരോ സൈസ് പറയുന്നുണ്ട്. A2 ക്യാനാണെങ്കിൽ 25 മിനിറ്റ്സ്, എന്നാൽ A212 ക്യാൻ ആണെങ്കിൽ എന്താണ് 30 മിനിറ്റ്സ്. പിന്നെ പറയുന്നത് A10 ക്യാൻ ആണെങ്കിൽ അതിന് 40 മിനിറ്റ്സ്. അങ്ങനെയാണ് ടൈം ഡ്യൂറേഷൻ പറയുന്നത്. ക്യാൻ്റെ സൈസിനനുസരിച്ചാണ്. ആദ്യം പറഞ്ഞത് A2 ക്യാനാണ്. A2 ആണെങ്കിൽ 25 മിനിറ്റ്സ്. പിന്നെ പറഞ്ഞത് A212 ഇങ്ങനെയാ പറയുന്നത്. A212 ക്യാൻ ആണെങ്കിൽ അതിന് നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്? 30 മിനിറ്റ് ആണ്, 5 മിനിറ്റ് കൂടി. പിന്നെ പറയുന്നത് A10 ക്യാൻ ആണ്. A10 ക്യാൻ ആണെങ്കിൽ 40 മിനിറ്റ്. അപ്പൊ 25 തുടങ്ങി 5 കൂട്ടി 30 പിന്നെ 10 കൂട്ടി. അത് A10 ആയപ്പോഴാണ് 40 വന്നത്. നിങ്ങൾ ആലോചിച്ചാൽ മതി. ആദ്യം A2 ആണ്, പിന്നെ A21/2.
അങ്ങനെയാണ് പറയുന്നത്. A21/2. A2-ന് 25 ആണെന്ന് കിട്ടും, കാരണം A2-ൽ ഒരു 2 ഉണ്ട്. അങ്ങനെ കിട്ടും, കാരണം 2 മാത്രം ഉള്ളതാണ് സ്റ്റാർട്ടിങ് എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം 25 കിട്ടും. 25 മിനിറ്റ് ആണ്, അവിടെ അവർ അല്ല, അത് ഓർത്തോണം. 25 മിനിറ്റ് ആണ്. എന്നാൽ A21/2 ആ ക്യാനിനെ സംബന്ധിച്ച് 30 മിനിറ്റ് ആണ്. പിന്നെ പറയുന്നത് A10 ആണ്. A10 എന്ന് പറയുന്ന ക്യാനിൽ 40 മിനിറ്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ പറയുന്ന ഫില്ലിങ് നമ്മൾ ഒഴിച്ചു വെക്കേണ്ടത്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പറയുന്ന 100 ഡിഗ്രി സെൽഷ്യസിലാണ് ഒഴിച്ചു വെക്കുന്നത്. അത് ഓരോ ക്യാനിന് ഇത്ര സമയം ഡ്യൂറേഷൻ അനുസരിച്ച് മാറ്റി കൊടുക്കും, അതിൻ്റെ സ്റ്റെറിലൈസേഷൻ ടൈം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫില്ലിങ്ങിനെ പറ്റി പറയുന്നത്. ഇനി പറയുന്നത് FPO സ്പെസിഫിക്കേഷൻ. ടൊമാറ്റോ ജ്യൂസിനെ, അതൊരു ലിക്വിഡ് പ്രൊഡക്റ്റ് അല്ലേ ടൊമാറ്റോ ജ്യൂസ്, അതിനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഫ്രം സൗണ്ട് ഫ്രഷ് ആൻഡ് ഫുള്ളി റൈപ്പ് ടൊമാറ്റോസ്. പ്രാക്ടിക്കലി അത് എന്തിൽ നിന്ന് ഫ്രീ ആയിരിക്കണം? ഇൻസെക്റ്റിൽ നിന്ന് ഫ്രീ ആയിരിക്കണം, ഫംഗൽ അറ്റാക്കിൽ നിന്ന് ഫ്രീ ആയിരിക്കണം, അതുപോലെ വേറെ എന്തെങ്കിലും ബ്ലെമിഷസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. നമ്മൾ കളക്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളുള്ള ടൊമാറ്റോയെ മാത്രമേ നമ്മൾ കളക്ട് ചെയ്യാവൂ. ഒന്ന്, ഇൻസെക്ടിസൈഡ് കാണല്ലേ, പെസ്റ്റിസൈഡ് കാണല്ലേ, അതുപോലെ ഫംഗൽ അറ്റാക്ക് നടന്നിട്ടുണ്ടാവില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ കാണേണ്ടത്. പിന്നെ പറയുന്നത് ഒൺലി സബ്സ്റ്റൻസ് ദാറ്റ് മേ ബി ആഡഡ്. ആകെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സാധനം സോൾട്ട്, ഷുഗർ, എന്തൊക്കെ ആഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം പറഞ്ഞത് സോൾട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഷുഗർ ആഡ് ചെയ്യാം, പിന്നെ എന്തൊക്കെയാ പറയുന്ന, സോൾട്ട് ആഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്, ഷുഗർ ആഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്, പിന്നെ പറയുന്നത് ഡെക്സ്ട്രോസ് ആഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്, ഡെക്സ്ട്രോസ്, പിന്നെ മാലിക് ആസിഡ്, അസ്കോർബിക് ആസിഡ്, കുറെ ആസിഡുകളാ പറയുന്ന. മാലിക് ആസിഡ് ഉണ്ട്, അസ്കോർബിക് ആസിഡ് ഉണ്ട്, പിന്നെ പറയുന്നത് സിട്രിക് ആസിഡ് ഉണ്ട്, പിന്നെ അവർ പറയുന്നത് പെർമിറ്റഡ് കളറും ആഡ് ചെയ്യാം, പെർമിറ്റഡ് കളർ. ഓക്കെ, എന്നാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ഓക്കെ, ഇതെങ്ങനെ കിട്ടും എന്നുള്ളതാണ്. പൊക്കോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ടൊമാറ്റോ അല്ലേ, നമ്മൾ ഈ ടൊമാറ്റോ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടൊമാറ്റോ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ അതിൻ്റെ പരസ്യം? ടൊമാറ്റോയുടെ പരസ്യം എങ്ങനെയായിരിക്കും? ഫ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പരസ്യം വരുന്ന. ഫ്രഷ് എന്ന് വെച്ചാൽ നല്ല തണുത്ത സ്ഥലത്ത് വെക്കണ്ടേ. അപ്പോൾ AC കിട്ടും. AC കിട്ടില്ലേ? AC കിട്ടും. എന്നാൽ നമുക്ക് AC വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ പണ്ടത്തെ കാലത്തെ പോലെയല്ല, ഇപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടും. അവർ പറയും DM ചെയ്യും, ഞങ്ങൾ എത്തിക്കാം. ഈ DM എന്ന് വെച്ചാൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക, അപ്പോൾ DM കിട്ടും. പിന്നെ പറയുന്നത് SSP ആണ്. SP-യുടെ വീട്ടിലാണ് ഇത് ശരിയാക്കാൻ പോയത് കേട്ടോ. ഈ AC എന്ന് പറയുന്നത് പുള്ളിക്കാരനെ എന്താ പറയുക, AC നന്നാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ആ SI ആലോചിക്കുക, SSP കിട്ടും. DM ഇപ്പോൾ ആയുർവേദ ഡോക്ടേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണെങ്കിൽ DM എന്ന് ആലോചിക്കുമ്പോഴേ ഡയബറ്റിക് മെലിറ്റസിന് കാരണം ടൊമാറ്റോ എന്ന് ആലോചിച്ചാൽ കിട്ടും. അപ്പോൾ D for ഡെക്സ്ട്രോസ്, M for മാലിക് ആസിഡ്, A for ascorbic acid, C for citric acid, S for salt, S for sugar, സോൾട്ട് ഷുഗർ ഉണ്ടെന്ന് ഓർത്താൽ മതി. P for എന്താ ലാസ്റ്റ്? P പെർമിറ്റ് ചെയ്യുന്ന കളർ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്.
ആദ്യം നമ്മൾ AC ആലോചിക്കുക. A for ascorbic acid, C for citric acid, and D for dextrose, M for എന്താ ആസിഡാ malic acid, S for salt and S for sugar, and finally permitted color. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ടൊമാറ്റോയിൻ്റെ അതിൻ്റെ അകത്ത് FPO ആഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കോഡ് എന്താന്ന് മനസ്സിലായോ? ആദ്യം നിങ്ങൾ SPയുടെ വീട്ടിൽ പോയി, പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഡയബറ്റിക് മെലിറ്റസ് ഉള്ള ആള് അയാളുടെ AC നന്നാക്കി, ACDM SSP അതിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന എന്തൊക്കെ FPOക്കാര് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന്. ദ മിനിമം ടോട്ടൽ സോലിബിൾസ് ഫ്രീ ഓഫ് സാൾട്ട് ഷാൾ ബി, അതായത് മിനിമം ടോട്ടൽ മിനിമം ടോട്ടൽ സോലിബിൾ സോളിഡ് ഫ്രീ ഓഫ് സോൾട്ട് ഷാൾ ബി 5% W/W. അങ്ങനെയാണ് പറയുന്നത്. 5% എന്നാ നിങ്ങൾ ഒപ്പിടുന്ന കൈ ഉണ്ടല്ലേ, അപ്പൊ 5% പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിന്റെ pH പറയുന്നുണ്ട്. pH 4 to 4.4 ആണ്. 4 to 4.4 എന്നല്ലേ പറയുന്നത്? അതെ, 4 to 4.4. എന്തിന്റെ കേസിലാ? ടൊമാറ്റോ അല്ലേ? ടൊമാറ്റോയുടെ കേസിലല്ലേ പറയുന്ന? ടൊമാറ്റോയുടെ പൾപ്പല്ലേ ഇപ്പൊ പറയുന്ന? pH എന്ന് പറയുമ്പോൾ pH പൾപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുക. പൾപ്പിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4. അപ്പൊ 4 കിട്ടി. പിന്നെ 4 to 4.4 2 pH. നിങ്ങൾ pH എന്ന് ആലോചിക്കുക. pH ഈക്വൽ ടു പൾപ്പ്. അപ്പൊ ഒരു P എന്ന് പറയുന്നത് 4, പിന്നെ അടുത്ത P എന്ന് പറയുന്നത് 4. അങ്ങനെ 4 to 4.4 രണ്ടിന്റെ ഇടയ്ക്ക് ഒരു കുത്തും കൂടെ കൊടുത്താൽ മതി. അപ്പൊ 4 to 4.4 എന്ന് കിട്ടിയോ? അതായിരിക്കണം അതിന്റെ pH. പിന്നെ പറയുന്നത് ഇറ്റ് ഷാൾ ബി ഓഫ് ഗുഡ് കീപ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി വെക്കുന്നതായിരിക്കണം. ഷാൾ ഷോ നോ സൈൻ ഓഫ് ഫെർമെന്റേഷൻ വെൻ ഇൻക്യുബേറ്റഡ്, അതിന് ഫെർമെന്റേഷൻ ക്വാളിറ്റി കാണിക്കാൻ പാടില്ല. നോ സൈൻ ഓഫ് ഫെർമെന്റേഷൻ. അത് എത്ര ഇൻക്യുബേഷനാണ് നമ്മൾ കൊടുക്കുന്ന? 370C ആണോ? ഫോർ 70 ഡിഗ്രീസ് അല്ല, അത് ഇൻക്യുബേറ്റ് ചെയ്യുന്നത് 370C ഫോർ 7 days. ഇനി അത് 370C ആണോ 37 ഡിഗ്രി സെൽഷ്യസ് ആണോ എന്ന് അറിയില്ല. അതെന്തായാലും നമ്മൾ ചെക്ക് ചെയ്യാം. ഇപ്പൊ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. ഇനി പറയുന്നത് ദ മോൾഡ് കൗണ്ട് ഷാൾ നോട്ട് എക്സീഡ് 30% ഓഫ് ദ ഫീൽഡ് എക്സാമിൻഡ്. അതായത് മോൾഡ് കൗണ്ട് ഒരു ലിമിറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. 30% മേലെ ആവരുത്. അവർ എക്സാമിൻ ചെയ്ത ഫീൽഡ് എന്ന് വെച്ചാൽ പാടം, ആ പോയ സ്ഥലത്ത് 30% മേല് മോൾഡ് ഉണ്ടെങ്കിൽ അവര് സമ്മതിക്കത്തില്ല. ആര്? FPOക്കാര്. ഇനി ദ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, ക്ലോസ്ട്രീഡിയം പാസ്റ്റുറിയനം ആൻഡ് ക്ലോസ്ട്രീഡിയം തെർമോസക്കാരോലെറ്റിക്കം, ഈ 3 സാധനങ്ങള് പറ്റി അവിടെ പറയുന്നുണ്ട്. ക്ലോസ്ട്രീഡിയം സ്പീഷ്യസ് ഇവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കല്ലെന്നാണ്. ഈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനോ, ക്ലോസ്ട്രീഡിയം പാസ്റ്റുറേനിയം, ക്ലോസ്ട്രീഡിയം തെർമോസക്കാരോലിറ്റിക്കം, 3 ക്ലോസ്ട്രീഡിയം സ്പീഷ്യസിനെയാണ് പറയുന്നത്. ടൊമാറ്റോ നമുക്ക് വളരെ ക്ലോസ് ആണ് എന്ന് ആലോചിച്ചാൽ കിട്ടും. ക്ലോസ്ട്രീഡിയത്തിന്റെ 3 സാധനങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. The spoilage of tomato juice is characterized by a peculiar off taste and odor known as flat sore. എന്താണ് ഫ്ലാറ്റ് സോർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. Which among the following statement is correct related to flat sore? Flat sore. Flat sore എന്ന് വെച്ചാല് spoilage of tomato juice. ടൊമാറ്റോ ജ്യൂസിന് സ്പോയിലേജ് സംഭവിച്ചു. സ്പോയിലേജ് ഓഫ് ടൊമാറ്റോ ജ്യൂസ് ക്യാരക്ടറൈസ്ഡ് ബൈ, അതിനെന്താണ്? ഒരു ഓഫ് ടേസ്റ്റ് ഉണ്ടാവും. ക്യാരക്ടറൈസ്ഡ് ബൈ ഓഫ് ടേസ്റ്റ്, അതോടൊപ്പം തന്നെ ഓർഡറും കൊള്ളത്തില്ല, ഓഫ് ടേസ്റ്റും ഉണ്ടായിരിക്കും.
അതിനാണ് ഫ്ലാറ്റ് സോർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കിട്ടും നിങ്ങൾക്ക് ഫ്ലാറ്റ് സോറാന്ന്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും ഫ്ലാറ്റ് സോറാന്ന്. ആദ്യം ഞാൻ പറഞ്ഞു ടൊമാറ്റോയ്ക്ക് എന്ത് പറ്റുന്നു? സ്പോയിലേജ് പറ്റുന്നു. എന്നിട്ട് അതിന് ഓഫ് ടേസ്റ്റും ആണ്, ഓർഡറും ആണ്. എങ്ങനെ ഫ്ലാറ്റ് എന്ന് കിട്ടും? സിമ്പിൾ അല്ലേ? നിങ്ങൾ ആ ടൊമാറ്റോ എടുത്തിട്ട് ഒന്ന് മണപ്പിച്ച് വയ്ക്കുക, അപ്പം നിങ്ങളിങ്ങനെ ബോധം കെട്ട് ഫ്ലാറ്റ് ആയിട്ട് കിടക്കും. അതാണ് ഫ്ലാറ്റ് സോർ. ടൊമാറ്റോയ്ക്ക് ഒരു പുളിയില്ലേ, അതാണ് സോർ, ഫ്ലാറ്റ് സോർ. നിങ്ങളിങ്ങനെ പുളിച്ച പോലെ ഇങ്ങനെ കിടന്നിക്കും, ഫ്ലാറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് FPO സ്പെസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന എൻ്റെ മൊബൈലിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ടൊമാറ്റോയിൽ ഉടനെ തന്നെ കാണും. അപ്പോൾ ബൈ, എല്ലാവർക്കും ഗുഡ് ബൈ.